Hi friends, this is Shemi Mohammedan and you're watching Comcom Common Commerce. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് +1 ബിസിനസ് സ്റ്റഡീസ് ആണ്. +1 ബിസിനസ് സ്റ്റഡീസിന്റെ ടൈപ്സ് ഓഫ് പാർട്ട്നേഴ്സ്, ടൈപ്സ് ഓഫ് പാർട്ണർഷിപ്പ് ഫേം എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിന്റെ കൂടെ തന്നെ എന്താണ് പാർട്ണർഷിപ്പ് ഡീഡ് എന്നുള്ളതും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ ഒട്ടും വൈകണ്ട ക്ലാസ്സിലോട്ട് കിടക്കാം. ഓക്കെ, ഇന്ന് പാർട്ട്ണർഷിപ്പ്, ടൈപ്സ് ഓഫ് പാർട്ട്ണർഷിപ്പ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഈ ടൈപ്സ് ഓഫ് പാർട്ട്ണർഷിപ്പ് വരുന്നത് രണ്ട് ബേസിസിലാണ്. ഓൺ ദ ബേസിസ് ഓഫ് ഡ്യൂറേഷൻ ഓഫ് ബിസിനസ്, ഓൺ ദ ബേസിസ് ഓഫ് ലയബിലിറ്റി ഓഫ് ദ ബിസിനസ്. അതായത് ഓൺ ദ ബേസിസ് ഓഫ് ഡ്യൂറേഷൻ ഓഫ് ദ ബിസിനസ് ആൻഡ് ഓൺ ദ ബേസിസ് ഓഫ് ലയബിലിറ്റീസ് ഓഫ് ദ പാർട്ട്നേഴ്സ്. ഫസ്റ്റ് ഓൺ ദ ബേസിസ് ഓഫ് ഡ്യൂറേഷൻ ഓഫ് ബിസിനസ്, അതിന്റെ ബേസിസിൽ രണ്ടായിട്ട് നമുക്ക് പാർട്ണർഷിപ്പ് ബിസിനസിനെ ക്ലാസിഫൈ ചെയ്യാം. Partnership at will and particular partnership. Partnership at will and a particular partnership. എന്താണ് പാർട്ണർഷിപ്പ് അറ്റ് വിൽ എന്ന് പറയുന്നത്? അതെന്ന് വെച്ചാൽ ആ പാർട്ണർഷിപ്പ് ബിസിനസ് എത്ര നാൾ വേണമെങ്കിലും കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകും. ആ പാർട്ട്നേഴ്സിന്റെ ഡിസിഷൻ അനുസരിച്ച് അവർക്ക് എപ്പോൾ ടെർമിനേറ്റ് ചെയ്യണമെന്ന്, അവർക്ക് എപ്പോൾ നിർത്തണമെന്ന് തോന്നിയാൽ അപ്പോൾ നിർത്താം. ഏതുവരെ കണ്ടിന്യൂ ചെയ്യാന്ന് നോക്കിയാൽ അതുവരെ കണ്ടിന്യൂ ചെയ്യുകയും ചെയ്യാം. സോ അങ്ങനെ ഒരു പാർട്ണർഷിപ്പ് ബിസിനസ് നടത്തിക്കൊണ്ട് പോകുന്നത് പാർട്ട്നേഴ്സിന്റെ ഇഷ്ടമാണ്. എപ്പം നിർത്തണം, എപ്പം തുടങ്ങുന്നത്. ചിലപ്പോൾ ഇവർക്ക് ഒരു 4-5 കൊല്ലം കഴിഞ്ഞിട്ട് അവർ തോന്നുകയാണ് ഇപ്പം നിർത്തിയേക്കാം എന്ന് കരുതി തോന്നുകയാണെങ്കിൽ അവർക്ക് നിർത്താം, അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്ത് പോകണമെങ്കിൽ തോന്നാം അവർക്ക് തോന്നാം. അങ്ങനെ അവർക്ക് ചെയ്തുകൊണ്ടാവും. അതാണ് പാർട്ണർഷിപ്പ് അറ്റ് വിൽ എന്ന് പറയുന്നത്. ഇനി പർട്ടിക്കുലർ പാർട്ണർഷിപ്പ് എന്താണ്? പർട്ടിക്കുലർ പാർട്ണർഷിപ്പ് എന്ന് വെച്ചാൽ പേര് കേൾക്കുന്നത് മനസ്സിലാവും. ഒരു പർട്ടിക്കുലർ ആക്ടിവിറ്റിക്ക് വേണ്ടി മാത്രമായിരിക്കും ആ പാർട്ണർഷിപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഒരു കൺസ്ട്രക്ഷൻ, ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ഷന്റെ ഭാഗമായിട്ട് ഒരു പാർട്ണർഷിപ്പ് ഫോം സെറ്റ് ചെയ്തെന്ന് വിചാരിച്ചു. ഉദാഹരണം, ആ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ കഴിഞ്ഞാൽ അതിന്റെ ബേസിലാണ് കോൺട്രാക്ട് പ്രൊവൈഡ് ചെയ്യുന്നത് വിചാരിച്ചു. ആ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ കഴിഞ്ഞാൽ ആ പാർട്ണർഷിപ്പ് ഫേം അവിടെ പോകും, അവിടെ നിർത്തും. ഒരുപക്ഷെ ഈ പാർട്ണർഷിപ്പ് ഫേം നമുക്ക് ജോയിന്റ് വെഞ്ചറായിട്ടും നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതായിരിക്കാം. ഓക്കെ, രണ്ട് വ്യക്തികൾ ചേർത്ത് ജോയിൻ ചെയ്ത് ഒരു സ്ഥാപനം നടത്തിക്കൊണ്ടു ഒരു പർട്ടിക്കുലർ കാര്യത്തിന് മാത്രമായിരിക്കാം ചെയ്യുന്നത്. ആ പർട്ടിക്കുലർ കാര്യം കഴിഞ്ഞാലോ അതങ്ങ് ടെർമിനേറ്റ് ആയി പോവുകയും ചെയ്യും ഓട്ടോമാറ്റിക്കായിട്ട്. സോ അതാണ് പാർട്ണർഷിപ്പ് അറ്റ് വിൽ എന്ന് പറയുന്നത്. ഇപ്പൊ സിമ്പിൾ ആയിട്ട് മനസ്സിലായിട്ടുള്ളൂ എന്താണ് പാർട്ണർഷിപ്പ് അറ്റ് വിൽ എന്നും പാർട്ണർഷിപ്പ് അറ്റ് വിൽ ആൻഡ് പാർട്ണർഷിപ്പ് ആൻഡ് വിൽ ആൻഡ് പർട്ടിക്കുലർ പാർട്ണർഷിപ്പ്. ഓക്കെ, പാർട്ണർഷിപ്പ് അറ്റ് വിൽ ആൻഡ് പർട്ടിക്കുലർ പാർട്ണർഷിപ്പ്. ഓക്കെ, ഇനി രണ്ടാമത്തെ ബേസ് എന്ന് വെച്ചാൽ ലയബിലിറ്റി, ഓൺ ദ ബേസിസ് ഓഫ് ലയബിലിറ്റി ഓഫ് ദ പാർട്ട്നേഴ്സ്. അത് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് വെച്ചാൽ ജനറൽ പാർട്ണർഷിപ്പും പിന്നെ വരുന്നത് ലിമിറ്റഡ് പാർട്ണർഷിപ്പ്, ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ്. ജനറൽ പാർട്ണർഷിപ്പ് ആൻഡ് ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ്. ജനറൽ പാർട്ണർഷിപ്പ് എന്ന് പറയുന്നത് ആ ഒരു പാർട്ണർഷിപ്പ് ഫേമിന് എല്ലാ പാർട്ട്നേഴ്സിനും അൺലിമിറ്റഡ് ലയബിലിറ്റീസ് ഉണ്ടായിരിക്കും. എല്ലാ പാർട്ട്നേഴ്സിനും അൺലിമിറ്റഡ് ലയബിലിറ്റീസ് ഉണ്ട് വരുന്നെങ്കിൽ അതിന് ജനറൽ പാർട്ണർഷിപ്പ് എന്ന് പറയും. ഇനി അറ്റ്ലീസ്റ്റ് ഉള്ള പാർട്ട്നേഴ്സിൽ ഏതെങ്കിലും ഒരാൾക്ക് അൺലിമിറ്റഡ് ലയബിലിറ്റിയും മറ്റുള്ളവർക്ക് ലിമിറ്റഡ് ലയബിലിറ്റിയും ആണെങ്കിൽ അതിനെ എന്താ പറയാ, ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് അല്ലെങ്കിൽ ലിമിറ്റഡ് പാർട്ണർഷിപ്പ് അല്ലെങ്കിൽ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് എന്ന് പറയും. മനസ്സിലായോ? അറ്റ്ലീസ്റ്റ് ഒരാൾക്കെങ്കിലും അൺലിമിറ്റഡ് ലയബിലിറ്റിയും ബാക്കി എല്ലാവർക്കും ലിമിറ്റഡ് ആയിട്ടുള്ള ലയബിലിറ്റിയും ആയിട്ടാണ് വരുന്നതെങ്കിൽ ബാക്കി എല്ലാ പാർട്ട്നേഴ്സിനും ലിമിറ്റഡ് ലയബിലിറ്റിയും ഒരു പാർട്ണറിനെങ്കിലും അറ്റ്ലീസ്റ്റ് അൺലിമിറ്റഡ് ലയബിലിറ്റി ഉണ്ടെങ്കിൽ അതിനെ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് എന്ന് പറയും. ഓക്കെ, ജനറൽ പാർട്ണർഷിപ്പ് എന്ന് പറയുന്നത് എല്ലാ പാർട്ട്നേഴ്സിനും അൺലിമിറ്റഡ് ലയബിലിറ്റി ആയിരിക്കും. ഓക്കെ, ഈ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് ആദ്യമൊന്നും ഇന്ത്യയിൽ ഇല്ലായിരുന്നു, ഇന്ത്യയിൽ അപ്രൂവ് ചെയ്തില്ലായിരുന്നു. പിന്നെ 1991 ശേഷം സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ടും ഈ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് നടത്തുന്നതിന് എല്ലാ വരുന്ന ആൾക്കാർക്കെല്ലാം ഈക്വൽ ആയിട്ട് ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് എന്ന് പറഞ്ഞ ഐഡിയ മുന്നോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. ഓക്കെ, ഇതാണ് ജനറൽ പാർട്ണർഷിപ്പും ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ലിമിറ്റഡ് ലയബിലിറ്റി അല്ലെങ്കിൽ ലിമിറ്റഡ് പാർട്ണർഷിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഇത്രയും പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ നോക്കേണ്ടത് എന്താണ് പാർട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുന്നത്. ഏത് പാർട്ണർഷിപ്പ് ഡീഡോ ആയിക്കോട്ടെ, ഏത് പാർട്ണർഷിപ്പ് തുടങ്ങിയാലും എന്താ പറയാ, എല്ലാ പാർട്ട്നേഴ്സും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു എഗ്രിമെന്റ് ബേസിലാണ് ഒരു പാർട്ണർഷിപ്പ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഈ എഗ്രിമെന്റിനെ, ഒരു റിട്ടേൺ എഗ്രിമെന്റിനെ നമ്മൾ പറയുന്ന പാർട്ണർഷിപ്പിന്റെ ബേസിൽ പറയുന്ന ടേമാണ് പാർട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുന്നത്. ഈ പാർട്ണർഷിപ്പ് ഡീഡ് എന്തായിരിക്കും വരുന്നത്? നെയിം ഓഫ് ദ പാർട്ണർഷിപ്പ് ഫേം,
എവിടെ ലൊക്കേറ്റ് ചെയ്യുന്നു, എന്ത് കാര്യത്തിനാണ് പ്രവർത്തിക്കുന്നത്, ആരൊക്കെയാണ് പാർട്ണർഷിപ്പായിട്ട് വന്നിരിക്കുന്നത്, പാർട്ട്നേഴ്സായിട്ട് ആരൊക്കെയാണ് വന്നിട്ടുള്ളത്, അവർ എത്രത്തോളം ക്യാപിറ്റൽ ഇതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, എത്രത്തോളം ലയബിലിറ്റീസ് അവർക്കുണ്ട്, അൺലിമിറ്റഡ് ലയബിലിറ്റീസ് ആണോ എന്നുള്ളത് നോക്കാം. പിന്നെ വരുന്നത് എത്രത്തോളം പ്രോഫിറ്റ്സ് ഇവർക്ക് ഷെയർ ചെയ്യുന്നുണ്ട്, എത്രത്തോളം ലോസ് ഇവർ ഷെയർ ചെയ്യുന്നുണ്ട്, ഇവർക്ക് ആരൊക്കെയാണ് വർക്കിംഗ് പാർട്ട്നേഴ്സ്, ആരൊക്കെയാണ് ഡോർമെന്റ് പാർട്ട്നേഴ്സ്, എത്രത്തോളം ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ ഇവർ നടത്തുന്നുണ്ട്, ഇതെല്ലാം ലിസ്റ്റ് ഔട്ട് ചെയ്ത് കൊടുത്തിട്ട് അത് മ്യൂച്വലായിട്ട് എഗ്രി ചെയ്ത് പരസ്പരം എല്ലാ പാർട്ട്നേഴ്സും സൈൻ ചെയ്യുന്നതാണ് പാർട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുന്നത്. ഈ പാർട്ണർഷിപ്പ് ഡീഡ് ഉണ്ടാകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ബിക്കോസ് എന്തെങ്കിലും കോൺസ്പ്യൂട്ട്സ്, എന്തെങ്കിലും എന്താ പറയാ വഴക്കോ അടിയോ സംസാര വിഷയങ്ങളോ എന്തെങ്കിലും പാർട്ട്നേഴ്സ് തമ്മിലുണ്ടായാൽ ഈ പാർട്ണർഷിപ്പ് ഡീഡിന്റെ ബേസിലായിട്ട് നമുക്ക് ലീഗലി മൂവ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, ലീഗലി മൂവ് ചെയ്യാൻ ഒരു പ്രൂഫ് ആയിരിക്കും. ഓക്കെ, പരസ്പരം അങ്ങോട്ട് ഒരു പാർട്ണർഷിപ്പ് ഡീഡ് ബേസ്. പാർട്ണർഷിപ്പ് ഡീഡ് കമ്പൾസറി തന്നെയാണ്. പാർട്ണർഷിപ്പ് ഡീഡ് ഉണ്ടെങ്കിൽ നമുക്ക് എത്രത്തോളം എഗ്രിമെന്റ് ഉണ്ടെന്ന്, എത്രത്തോളം അങ്ങോട്ടും ഇങ്ങോട്ടും പാർട്ട്നേഴ്സ് തമ്മിലുള്ള ഡീലിങ്സ് എങ്ങനെയുണ്ടെന്ന് കറക്റ്റ് മനസ്സിലാക്കി എടുക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഇനി വേണ്ടത് രജിസ്ട്രേഷൻ ഓഫ് പാർട്ണർഷിപ്പ് ബിസിനസ്. ഒരു പാർട്ണർഷിപ്പ് ബിസിനസ് കമ്പൾസറി ആയിട്ട് രജിസ്റ്റർ ചെയ്യണമെന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല. അവർക്ക് വേണമെങ്കിൽ ചെയ്യാം, വേണമെങ്കിൽ ചെയ്യാതിരിക്കാം. പാർട്ണർഷിപ്പ് ബിസിനസ് വേണമെങ്കിൽ രജിസ്റ്റർ ചെയ്യാം, അല്ലെങ്കിൽ ചെയ്യാതിരിക്കാം. ഏതിന്റെ ബേസിലാണ് രജിസ്റ്റർ ചെയ്യുന്നത്? ഓൺ ദി ബേസിസ് ഓഫ് പാർട്ണർഷിപ്പ്, ഓൺ ദി അണ്ടർ പാർട്ണർഷിപ്പ് ആക്ട് 1932. പാർട്ണർഷിപ്പ് ആക്ട് 1932 കീഴിലാണ് എല്ലാ പാർട്ണർഷിപ്പ് ബിസിനസ്സും രജിസ്റ്റർ ചെയ്യേണ്ടത്. ഇനി അവർക്ക് രജിസ്റ്റർ ചെയ്യാതെ നിൽക്കാം, രജിസ്റ്റർ ചെയ്യണമെന്ന് കമ്പൾസറി ഇല്ല. ഓക്കെ, വേണമെങ്കിൽ ചെയ്യാം, വേണമെങ്കിൽ ചെയ്യാതിരിക്കാം. പക്ഷേ എന്തെങ്കിലും ലീഗൽ ഇഷ്യൂസ് ഉണ്ടായാൽ, എന്തെങ്കിലും പാർട്ണർഷിപ്പ് ഒരു പർട്ടിക്കുലർ പാർട്ണർഷിപ്പ് ബിസിനസ്സുമായിട്ട് എന്തെങ്കിലും ലീഗൽ ഇഷ്യൂസ് ആയിട്ട് പോയാൽ അവർക്ക് ലീഗലി മൂവ് ചെയ്യണമെങ്കിൽ രജിസ്ട്രേഷൻ ഇല്ലെങ്കിൽ പറ്റത്തില്ല. അവിടെ രജിസ്ട്രേഷൻ വാലിഡ് ആയിട്ടുള്ള രജിസ്ട്രേഷൻ അവർക്ക് ഉണ്ടെങ്കിൽ ലീഗലി മൂവ് ചെയ്യുന്നതിന് അവർക്ക് പോസിബിലിറ്റീസ് ഉള്ളൂ. രജിസ്ട്രേഷൻ ഇല്ലെങ്കിൽ അവർക്ക് പറ്റത്തില്ല. കാരണം അവർ രജിസ്റ്റേർഡ് അല്ലെങ്കിൽ ലീഗലി ഒരു ആക്ഷൻസിന് അവർക്ക് എടുക്കാൻ പറ്റത്തില്ല. ഓക്കെ, ഏതിന്റെ കയ്യിലാണ്? ഇപ്പം ഓരോ ഡിസ്ട്രിക്ട് ബേസ് തന്നെയാണ് നമുക്ക് രജിസ്ട്രാർസ് ഉണ്ടാവും. ഓരോ സംസ്ഥാനങ്ങളും ഓരോ ഡിസ്ട്രിക്റ്റ് ആയിട്ട് രജിസ്ട്രാർസ് ഉണ്ടാവും. പാർട്ണർഷിപ്പ് രജിസ്റ്റർ ചെയ്യാനുള്ള രജിസ്ട്രാർസ് ഉണ്ടാവും. ഈ രജിസ്ട്രാറിന്റെ കീഴിൽ എന്തൊക്കെയാണ് ചെയ്യുന്നത്? ആ പാർട്ണർഷിപ്പ് ബിസിനസിന്റെ പേര് കൊടുക്കും. പേര് നമ്മൾ സബ്മിറ്റ് ചെയ്യും. എന്താ പറയാ, അതിന്റെ ലൊക്കേഷൻ എവിടെയാണ്, ഹെഡ് ഓഫീസ് എവിടെയാണ്, അത് എവിടെയൊക്കെ ബ്രാഞ്ചുകളുണ്ട്, പിന്നെ അത് മാത്രമല്ല പാർട്ട്നേഴ്സിന്റെ നെയിം, അവരുടെ ക്യാപിറ്റൽ, ഇതെല്ലാം പരസ്പരം ഏത് കാലം തൊട്ട് എന്നാണ് സ്റ്റാർട്ട് ചെയ്തത്, എന്ന് സ്റ്റാർട്ട് ചെയ്തു ബിസിനസ്, ഇങ്ങനത്തെ കുറെ ഡീറ്റെയിൽസ് വരുന്നതാണ് പാർട്ണർഷിപ്പ് രജിസ്ട്രേഷൻ എന്ന് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നത്. ഇനി ഒരു കാര്യം നിങ്ങൾ ആലോചിക്കുക, ഈ രജിസ്ട്രേഷൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ രജിസ്റ്റർ ചെയ്യണമെന്ന് ഒട്ടും കമ്പൾസറി ഇല്ല. ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്തായാലും അവർക്ക് പാർട്ണർഷിപ്പ് രജിസ്ട്രേഷൻ ചെയ്യാവുന്നതായിരിക്കും. ഏതിന്റെ കീഴിൽ? അണ്ടർ ദി റൂൾ ഓഫ് പാർട്ണർഷിപ്പ് ആക്ട് 1932, ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ട് 1932 കീഴിൽ. ഓക്കെ, ഇതാണ് ഇന്ന് പഠിക്കാനുള്ളതിൽ ബേസിക് ആയിട്ട് വരുന്ന കുറെ കാര്യങ്ങൾ വരുന്നത്. മെയിനായിട്ടുള്ള എല്ലാ പോയിന്റ്സും പറഞ്ഞു എന്ന് തോന്നുന്നു. ഓക്കെ, ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ പ്ലീസ് കമന്റിൽ രേഖപ്പെടുത്തിക്കൊള്ളുക. സോ ഒട്ടും ബോറടിക്കുന്നില്ല. ബൈ ബൈ, ടാറ്റ.